നമ്മളെങ്ങാ പോന്നെ? സ്പൈഡർമാനെ കാണാൻ വേണ്ടി എത്തിക്കോട്ടെ. നമുക്കിവിടെ 4DX സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഈ ഹൈറ്റ് മീറ്റ് ചെയ്യണം. നമ്മുടെ ആമി ഇതിന്റെ ഹൈറ്റ് മീറ്റ് ചെയ്യുന്നില്ല. ഇന്ന് നിന്നെ അവിടെ പോയിട്ട് പൊക്കം കുറഞ്ഞ് ഇതാ പറഞ്ഞ് നിന്നോട് മമ്മൻ തിന്നണമെന്ന്. നിനക്ക് പൊക്കം കുറഞ്ഞു പോയി. പേടിക്കണ്ട, സിനിമ കാണാട്ടാ. അതല്ല വേറെ കാര്യം, ഇതെല്ലാം തേച്ചിട്ട് വെള്ളം മുഖം എങ്ങനെയാണല്ലോ ഇരിക്കണേന്ന് ഒരു കമന്റ് ഇടും. അതുകൊണ്ടാണ് ഇത് ഞാൻ അബിക്ക് ഗിഫ്റ്റ് എടുത്തൊരു വാച്ചാണ്. വാച്ചിങ് കാണിച്ചേ. നല്ല അടിപൊളി വാച്ചല്ലേ? അടിപൊളി വാച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണിച്ചാൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. ഷോപ്പിംഗ് വീഡിയോ അല്ല, ആക്ച്വലി ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. നമ്മളെ ഒരു ഈവനിങ് തുടങ്ങി നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്ന നല്ല കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാം അല്ലെ. കാരണം രാവിലെ മൊത്തം നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഡേയില് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ 6 മണിയായപ്പോഴാണ് പുറത്തിറങ്ങിയത്. 4 മണി വരെ കിടന്നുറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങള് വേറെ കുറച്ച് ഫാമിലി ഇഷ്യൂ ഒക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഫാമിലി ഇഷ്യൂ ഞങ്ങൾ തമ്മിലല്ല, ഫാമിലി ഇഷ്യൂ അല്ല, കുറച്ച് കാര്യങ്ങളല്ലേ. അതെ, നാട്ടിൽ പോകുമ്പോൾ നമ്മള് പല കാര്യങ്ങളും വിട്ടുപോകാന്ന് പറയത്തില്ല, അങ്ങനെ വിട്ടു പോരുത് എന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതൊരു വലിയൊരു പാഠമായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ കുറച്ച് ഇതിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് മുന്നോട്ട് പോകണല്ലോ അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇന്ന് വന്നേക്കുന്നത് ഇവിടെ നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു ഗ്രീൻ ബ്രിഡ്ജ് ഷോപ്പിംഗ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രീൻ ബ്രിഡ്ജിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്ന് വന്നേക്കുന്നത് ബൂട്ട്സിലേക്കാണ്. മിന്നുവിനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മിന്നുവിന് വയ്യായ്മയാണ് അല്ലേ, മിന്നുവിന് എപ്പോഴും ക്ഷീണമാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിന്നുവിന് എപ്പോഴും ഉറക്കമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ജോൾ ഓഫ് റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയായിരുന്നു. ഭയങ്കര മനോഹരമായ, എനിക്ക് ജോള ചിപ്സ് ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് മുന്നിൽ കാണുന്ന ഇതാണ് അതിമനോഹരമായ ബൂട്ട്സ്. ഇതേ ഞങ്ങൾ സുന്ദരി നടന്നു വരുന്നത് അങ്ങ് ദൂരം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇവള് മരുന്ന് മേടിക്കാൻ വന്നതാണ് കേട്ടോ. ഇവള് മരുന്ന് മേടിക്കാനല്ല വന്നത്, സൺക്രീം മേടിക്കാനാണ് വന്നത്. എന്താ ഇത്, ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് നല്ല സൺക്രീം ആണെന്ന് പലരും റിവ്യൂ ഇട്ട് കണ്ടിരുന്നു, അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടില് 4-4 എണ്ണ ഇരിപ്പുണ്ടേ. പക്ഷെ അതെല്ലാം എന്താണെന്നറിയോ, ഇങ്ങനെ ഈ ഒരു ഭയങ്കര ഓയിലിയാ ഭയങ്കര. ഇത് മേടിച്ചു നോക്കാം. 50+ എടുത്തോ. ഇതുണ്ട് ഫ്ലൂയിഡ് ഇൻവിസിബിൾ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല വില, സാരമില്ല, മിന്നു കൊടുക്കുന്നതായിരിക്കും. 15 പൗണ്ട് കേട്ടോ. 15 അല്ല 21 പൗണ്ടോ? നമുക്ക് സണ്ണില്ലാത്തപ്പോ പുറത്തിറങ്ങിയാ പോരെ. സൺക്രീം വേണം. അപ്പൊ ഇത്ര സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ട് ഇതെല്ലാം ഒന്നും കാണിക്കുന്നില്ല. മിന്നുവിന് പേടി ഇതിന്റെ എഫക്ട് പോയാലോന്ന്. എന്തെല്ലാം കോമഡിയാ പറയുന്നത്. ഞാനതല്ല വേറെ കാര്യം, ഇതെല്ലാം തേച്ചിട്ട് വെള്ളം മുഖം എങ്ങനെയാണല്ലോ ഇരിക്കണേന്ന് ഒരു കമന്റ് ഇടും. അതുകൊണ്ടാണ് നമ്മൾ ബൂട്ട്സിൽ പോയി ഇറങ്ങി കേട്ടോ. ഇതിനകത്തും കുറച്ച് സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതെങ്ങനെയാണെന്ന് അറിയോ, നമ്മുടെ ബൂട്ട്സിന്റെ കാർഡിനകത്ത് കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ അല്ല, എന്താ പറയാ, പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം ഒരു 50 പൗണ്ടിനടുത്ത് 55 പൗണ്ടിന്റെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയി. 100 പൗണ്ടിന്റെ സാധനമുണ്ട്. ആക്ച്വലി എന്റെ അടുത്ത് 90 പോയിന്റ്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ രണ്ടുപേരും ഒരേ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പോയിന്റ്സ് കിട്ടിയാൽ. ഇത് നമ്മൾ വേറെ കാർഡ്, ഞാനാണത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് സ്കിന്നിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ കാണിച്ചിട്ട് ഇനിയിപ്പം ഈ കമ്പനി വിചാരിക്കില്ലേ അല്ലേ, എന്ത് ഇത് ഞങ്ങൾക്കൊരു അപമാനമാണല്ലോ. അതുകൊണ്ട് ഇനി നമ്മൾ കാണിക്കുന്നില്ല. നമ്മള് കാരണം ഇനി ഇവർക്ക് ഒരു ഇടിവ് കണ്ട അല്ലേ. അല്ല, എനിക്കാണെങ്കിൽ ഇങ്ങനെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് വന്നോണ്ടേ ഇരിക്കുക. അപ്പൊ പിന്നെ ഞാൻ ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് ഇങ്ങനെ. ഞാൻ പിന്നെ ഒന്നും തേക്കാറില്ല. ഞാൻ ആകെ തേക്കുന്നത് മിന്നുവിന്റെ ഏതെങ്കിലും ക്രീം, അതിന്റെ പേര് പോലും അറിയില്ല, കട്ട് രാവിലെ തേക്കലാണ്. അതെ, നമ്മള് കുറച്ചങ്ങോട്ടേക്ക് നടക്കണം. അപ്പൊ വെയിലത്ത് നടക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ വണ്ടി ആ മുന്നിലോട്ട് കൊണ്ടുപോയി അതിന്റെ അടുത്ത് പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മള് ഹോം സെൻസിലാണ് പോകുന്നത്. TK Maxന്റെ ഭാഗമായിട്ടുള്ളൊരു ഹോം സെൻസ് ഉണ്ടല്ലോ, അതില് അവിടെ ഇങ്ങനെ നല്ല ഈസ്തെറ്റിക് വൈബുള്ള സാധനങ്ങൾ ഒരുപാട് കിട്ടും കേട്ടോ. ഇതിപ്പോ നമ്മള് പാത്രങ്ങളായിക്കോട്ടെ, എന്നാ വെച്ചാൽ ഇങ്ങനെ ചട്ടികളായിക്കോട്ടെ, ഫ്ലവേഴ്സ് ഒക്കെ, നല്ല നല്ല ക്യൂട്ട് ഐറ്റംസ് കിട്ടും. അതായത് ഇപ്പൊ ബ്രെഡ് ഒക്കെ ഇട്ട് വെക്കുന്ന അങ്ങനത്തെ പോട്ടും, എനിക്ക് പോട്ടെന്നാണ് എന്നാണ് പറയാൻ എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ കിട്ടും ഇവിടെ. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ചട്ടികളുണ്ട്. അപ്പൊ നമ്മളിത് കണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ചട്ടിയാ വേണ്ടേ. ഇതൊക്കെ നോക്കി നല്ല രസമില്ല, നല്ല ഡിസൈൻ ഒക്കെ ആയി. ചെറിയ പൈസയുള്ളൂ, 7 ഇതിനുണ്ട്. ഇതിന് 8 പൗണ്ടേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ മറ്റേ വേറെ കടയിൽ പോവുകയാണെങ്കിൽ ഇതിനൊക്കെ 20 പൗണ്ട് കൊടുക്കണം.
നല്ല റേറ്റ് ആവുമ്പോഴേക്ക്. ഇവിടെ വില കുറവാട്ടോ, നല്ല വില കുറവാണ്. ഇതാണ്ട ഇതിന് എത്രയാ? 10-11 കൊണ്ട് നോക്ക്. നല്ലൊരു ചട്ടി നോക്ക്. എനിക്ക് വൈറ്റാ വേണ്ട, വൈറ്റ് അത് കൊള്ളൂല. അങ്ങനെ ഉരുണ്ടിരിക്കുന്നല്ല. അതാണ്ടോ അവിടെ ഒരു വൈറ്റ് ഇരിക്കുന്നുണ്ടോ? ആ ഈ ടൈപ്പാ വേണ്ടേ, ഈ ടൈപ്പാ വേണ്ടേ. ഇതിന് 10 പൗണ്ടേ ഉള്ളൂ. നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങള് എല്ലാം കിട്ടി കേട്ടാ. ഇതേ ചട്ടയും കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോട്ട് എടുക്കും, എന്നിട്ട് അത് ചാറ്റ് ജിപിടിയിൽ വെച്ച് നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെ എല്ലാം അതിനകത്തുള്ളിൽ വെച്ച് നോക്കും. ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതിന്റെ ഇത് നമ്മൾ ആദ്യം നോക്കിയത് അത് കൊള്ളില്ല. ഇത് വേറെ ഒന്ന്, ഇതും അത്ര പോരാ. പിന്നെ നമ്മൾ ഫൈനലി എടുത്തത് ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. വേണ്ട, ഇത് ഇതിനകത്ത് വെച്ച് അതിനകത്ത് ആ കുറച്ച് കല്ലും കൂടി ഉണ്ടായിരുന്ന ഇച്ചിരി അടിപൊളിയായനെ അല്ലേ. നമുക്ക് എവിടെ അടുത്ത ബീച്ചിൽ പോകുമ്പോൾ പെറുക്കാം. എന്നിട്ട് വേണം ആൾക്കാര് ഓടിക്കാൻ. അത് അവിടെ വെക്കണം, ഉരുണ്ടുരുണ്ട് ഇതാവൂലേ. എന്റെ കൈ പിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് അങ്ങനെ കഴിഞ്ഞല്ലേ. ഇന്ന് ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു, വലിയ കാര്യമായ പൈസ തീർത്തില്ല. അങ്ങനെ നോക്കിയാൽ ഒരു 150 കൊണ്ടായതേ ഉള്ളൂ. പൈസ തീർക്കാനുള്ളതൊക്കെ അവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് അങ്ങനെ ഉണ്ട്, പക്ഷെ 150 കൊണ്ട് തീർന്നുള്ളൂ, അത് കുഴപ്പമില്ല. ഇത് ദാഹിച്ച് വലഞ്ഞിട്ട് നമ്മളൊരു ലെമണേഡ് മേടിച്ചോട്ടോ, റോസ് ലെമണേഡ് പിടിച്ചു. എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ലെമണേഡ് ഇഷ്ടമില്ല. ആണോ? റോസിന്റെ ടേസ്റ്റ് ആണോ? ലെമണേഡ് പോലെ തന്നെ ഉണ്ട്. ഞാൻ കുടിച്ചോട്ടെ. എന്ത് ചൂടാന്നറിയാവോ? നമ്മുടെ നാട്ടില് 40 ഡിഗ്രീന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന കൂട്ട് ചൂടാ ഇവിടെ. ഇവിടെ ഭയങ്കര ഫീൽ ചെയ്യും, ഭയങ്കര സൂര്യൻ തലയ്ക്കും ഇത് നിൽക്കുക. പിങ്ക് ഷാൻഡി പോലെ ആമിക്കുട്ട ഒരു റോസിന്റെ ടേസ്റ്റും വരുന്നുണ്ട്, റോസാപ്പൂവിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. റോസ് ലെമൺ ഇല്ലത്. ആമിക്ക് ഇഷ്ടമാണ് സോഡ. ആമി ഇങ്ങനത്തെ ഡ്രിങ്കിനെ, ഫിസി ഡ്രിങ്കിനെ എല്ലാം സോഡ എന്ന് ആമി പറയുന്നത്. അപ്പൊ ഇനി വീട്ടിൽ എത്തി കാണാം. ആമിക്കുട്ടി ഉറങ്ങും കേട്ടോ, അമ്മയുണ്ട് വീട്ടില്. അതുകൊണ്ട് നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടപ്പോ എനിക്ക് മെസ്സേജ് വന്നായിരുന്നു, കൊച്ചിനെ തന്നെയാണോ വീട്ടിലാക്കിയത്. അങ്ങനെ വന്നായിരുന്നു, പക്ഷെ അങ്ങനെയല്ല, അമ്മയുണ്ട്. ഓക്കെ, ഇത് ഞാൻ അബിക്ക് ഗിഫ്റ്റ് എടുത്തൊരു വാച്ചാണ്. വാച്ചിങ് കാണിച്ച് നല്ല അടിപൊളി വാച്ചല്ലേ. അടിപൊളി വാച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് എനിക്കും കിട്ടാൻ പറ്റും, നല്ല വാച്ചാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ഇറങ്ങിയായിരുന്നു, മാഗ്നറ്റ് അല്ലേ, ഫെഡ് ലോക്ക്. അങ്ങനെ ഫിഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മോഡല് DW5600 ആട്ടാ. ആർക്കെങ്കിലും എനിക്ക് താല്പര്യം മേടിച്ചാൽ ഇത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല എങ്ങനെ വെച്ചേ വേണ്ട നല്ല വാച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എവിടെ തട്ടി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ലോക്ക് മാറും അല്ലേ, ഇങ്ങനെ കിടക്കും, ലോക്ക് മാറുന്ന പോലെ അല്ലേ. ഇതൊരു മാഗ്നറ്റിക് നേട്ടാ മതി. നല്ല വാച്ച്, നല്ല കയ്യിൽ ഇങ്ങനെ കിടക്കുന്ന ടൈറ്റ് ചെയ്യാൻ നല്ല കളറല്ലേ. അതെ അതെ, നല്ല കളറാ. മറ്റേ ഇതിന്റെ കൂടെ ഒക്കെ ഇടുമ്പോഴേ, ടീഷർട്ടിന്റെ കൂടെ ഒക്കെ ഇടാനുള്ള ആരെങ്കിലും മേടിക്കാൻ ഒരു യൂണിസെക്സ് ടൈപ്പാ. പെണ്ണുങ്ങൾക്ക് നല്ലതായിട്ട് മാച്ച് ആവും. പിന്നെ ഞാനൊരു ജി ഷോക്കിന്റെ ഫാനാണ്. എനിക്ക് ഇഷ്ടമാണ്. നമ്മള് ഫാനാന്നേ ഉള്ളൂ, കളക്ഷനിലാകെ ഇത് 3ാമത്തെ എന്റെ ജി ഷോക്കില്. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം വേറെ ഒരെണ്ണം, ഒരു നീല. അത് കഴിഞ്ഞിട്ടാ ഇത് DW5600 MNC അങ്ങനെ എന്തോ അതിന്റെ. ഇതെല്ലാം ഓർമ്മയുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ നിന്നോട് ഗിഫ്റ്റ് മേടിച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ പുല്ല് നോക്കിക്കേ, സൂര്യന്റെ ഇതുകൊണ്ടേ ഉണങ്ങി. നമ്മളാ വീട് പോവാൻ വേണ്ടിട്ട് ഇത് വർക്കായി അല്ലേ. ഈ കാണുന്ന പൊടി നമ്മള് ഈ അല്ലാതെ കള പോവാൻ വേണ്ടി ഇടുന്നതാണ് കേട്ടോ. ഇവിടെ ഭാഗത്ത് വെയിലാട്ടോ. ഇപ്പൊ സമയം എത്രയാണെന്നറിയാം? 7 മണി രാത്രി. 6:51 അപ്പൊ ശരി. ഇനിയിപ്പോ നമുക്ക് സ്നേക്ക് പ്ലാന്റ് ഇന്ന് നടന്നോ നാളെ നടന്നോ? നാളെ നടാം, ഇനിയിപ്പോ സമയമില്ലല്ലോ. സമയമില്ല, നമ്മള് നേരെ പോകുന്നത് നമ്മുടെ സ്പൈഡറൂനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ട സ്നേക്ക് പ്ലാന്റ് ഇപ്പൊ ഇരിക്കുന്നത് ഈ ഒരു ചട്ടിക്കകത്ത്. ഈ ചട്ടിക്കകത്ത് ഇരിക്കുമ്പോ അതിന്റെ ആ ഒരു ഭംഗി വരുന്നില്ല. ഒരു വൈറ്റ് കളറ്, പക്ഷെ വൈറ്റ് കളർ ചട്ടിയെ മാച്ച് ആവുന്നത്. അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെയോ അല്ലെ വേറെ ഏതിനെയോ പറിക്കാം. എന്ത് പറയുന്നു?
ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഭയങ്കര മറ്റേ യൂട്യൂബ് ഷൂട്ടിങ് അതൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ മറ്റേ മിൻസിൽ പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് വേണ്ടി വെച്ചേക്കുന്നത് അല്ലേ. അപ്പോഴാണ് ഞങ്ങൾ റിംഗ് ലൈറ്റ് മേടിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ ഇവിടെ ഭയങ്കര വീഡിയോസ് കാര്യങ്ങളൊന്നും അല്ല. ഇത് പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ലൈറ്റിന് വേണ്ടിയിട്ടാണ് അത്. സ്പൈഡർമാൻ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ ഇവിടെ നമ്മുടെ കാറുകളുടെ ഷോ ഉണ്ട്. നമ്മളിത് കഴിഞ്ഞ വർഷമാണ് ഒന്ന് കണ്ടിട്ട് പോയെ. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ഇവിടെ കിടക്കുന്നതൊക്കെ വേറെ കുറെ ഐറ്റംസ്. ഫോർഡിന്റെ ഒരു മഞ്ഞ കളർ സാധനം കണ്ടോ. ആക്ച്വലി നമ്മുടെ മഞ്ഞക്കാരല്ല, നമ്മുടെ കാറ് കുറച്ചപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടോ. ഇല്ലായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഷോ ഇറക്കായിരുന്നു അല്ലേടി. നമ്മളെങ്ങാ പോകുന്നത്? സ്പൈഡർമാനെ കാണാൻ വേണ്ടി എത്തിക്കോട്ടോ. ഓ 4DX കാണുന്നേ. 4DX നീ പേടിയാവോ? നിനക്ക് പേടിയാവോ? നമുക്കിവിടെ 4DX സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഈ ഹൈറ്റ് മീറ്റ് ചെയ്യണം. നമ്മുടെ ആമി ഇതിന്റെ ഹൈറ്റ് മീറ്റ് ചെയ്യുന്നില്ല. ഇന്ന് നിന്നെ അവിടെ പോയിട്ട് പൊക്കം കുറഞ്ഞ് ഇതാ പറഞ്ഞ നിന്നോട് മമ്മൻ തിന്നണെന്ന്. നിനക്ക് പൊക്കം കുറഞ്ഞു പോയി. പേടിക്കണ്ട, എനിക്ക് സിനിമ കാണാട്ടോ. ആമി ഭയങ്കര സന്തോഷത്തിൽ വന്നായിരുന്നു, പക്ഷെ വിഷമായിട്ടോ. സാരില്ല, നമുക്ക് 8:30ക്കുള്ള ഷോ കാണാം. 8:30ക്കുള്ള ഷോ കാണാം അടി സ്പൈഡികളെ. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. എന്റെ സ്പൈഡികളുടെ വിഷമായേ. എന്റെ സ്പൈഡികൾ തളർന്നു പോയേ. ഇല്ലടി, നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ. നമ്മൾ 8:30ക്കുള്ള ഷോ കാണും. ഓക്കെ. ഇനി നീ മമ്മ തിന്നുവോ? മമ്മ തിന്നില്ലേ പൊക്കം വെക്കത്തില്ല. പൊക്കം വെച്ചില്ലേ നിനക്ക് ഇതുപോലെ സിനിമയൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ മിന്നു അവിടുന്ന് നമ്മൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്തു കേട്ടോ. ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് 8:30ക്കുള്ള ഷോ ആക്കി. 8:30ക്കുള്ളത് 4DX അല്ല, നോർമൽ ഷോയാ. പൈസ റീഫണ്ട് ആയില്ലേ? പൈസ റീഫണ്ട് ആയി, ഭാഗ്യം. അപ്പൊ ഇനി 1 മണിക്കൂറുണ്ട്. നമുക്ക് പോയി കാറ് കാണണം, അതവിടെ ഇരിക്കണോ? ഇത് കരഞ്ഞു, ഇത് നോക്ക്. കരയാൻ പോയി, കരഞ്ഞില്ല. നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ. പെണ്ണ് ഭയങ്കര കൊതിച്ചു വന്നായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അതാ പറഞ്ഞ മമ്മ കഴിക്കണെന്ന് പറഞ്ഞ. ഇപ്പം ആക്ച്വലി ആ ഹൈറ്റ് ആവേണ്ടതാവുള്ളൂ അല്ലേ? സാരമില്ല, നമ്മുടെയൊക്കെ വളർച്ചയല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഇതിനേക്കാളും മെലിഞ്ഞുണ്ടായിരുന്നു. ഇപ്പോഴും അതെ അല്ലടി ആമി? സാരമില്ല, 4DX നമുക്ക് ഇനി അടുത്ത വർഷം കാണാം. ഓ അങ്ങനത്തെ അതിന്റെ ആവശ്യമില്ല. ഫുള്ള് സ്പൈഡർമാന്റെ തീം ആക്കിട്ടോ നോക്കി അല്ലേ? ഇതടി ആമി ഇത് നോക്ക്. ഇതേപോലെ വരും നിന്റെ അടുത്തേക്ക് സ്പൈഡർ. ഭൂന്ന് പറഞ്ഞിട്ട് ഭൂന്ന് പറഞ്ഞിട്ട്. ഇത് സ്പൈഡർമാനായിരിക്കും ഇത്. സാരമില്ല, നമുക്ക് 8:30 കാണാം. പക്ഷെ 8:30 കണ്ടു കഴിഞ്ഞാൽ എത്ര മണിയാവും? 11, 12, 1 മണിയാവും തീരുമ്പത്തേക്ക്. അല്ലല്ല, അത് വേറെ. നമുക്ക് അവിടെ നോർമലിനകത്ത് ഉണ്ടാവും സീറ്റ്. പക്ഷെ അത് ഒരേ കണക്കിന് നല്ലതായി. പെണ്ണ് ചിലപ്പം അവിടെ ഇരിക്കില്ല സീറ്റില്. നമ്മളെ മടിയിൽ വെച്ചോണ്ട് കാണലും നടക്കൂല. എല്ലാം സ്പൈഡർമാനാണ്, കുറെ സ്പൈഡർമാനുണ്ട്. അങ്ങനെ സ്പൈഡർമാൻ കണ്ട് എന്റെ കുഞ്ഞുറങ്ങിപ്പോയി. അതല്ല, പകുതി എത്തിയത്തേക്ക് ആമി എനിക്ക് വീട്ടിൽ പോകണം, എന്റെ വീട്ടിൽ പോണത് ഉറങ്ങിപ്പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മള് നോർമൽ ആയതുകൊണ്ട് അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ 2D അല്ല 4D അല്ലാത്തോണ്ട്? 4D ഇതിൽ തന്നെ കാണണം, മറ്റേത് തന്നെ കാണണം. ഇതിലിങ്ങനെ ലൈറ്റ് നൈറ്റിൽ എടുക്കുന്നോണ്ട് ഇങ്ങനെ ലൈറ്റ് ഇതായി നിക്കുന്നു. ഇന്നലെ നമ്മള് പോയി നമ്മുടെ സ്പൈഡർമാൻ ഒക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇന്നലെ മേടിച്ച ചട്ടിക്കകത്തേക്ക് നമ്മുടെ സ്പൈഡർമാൻ അല്ല, സ്പൈഡർമാൻ സ്നേക്ക് പ്ലാന്റ്. ആ ചാക്കിച്ചിട്ട് മറ്റിക്കിച്ച പുറകെ ഇരിക്കുന്ന ആളെ കാണുന്നില്ല. പുറകിൽ ഒരാളിരിപ്പുണ്ട്. ഹലോ, സ്പൈഡികളാ. മാൻ എന്റെ ചായ മറിച്ചിട്ട് ഇവള് എന്റെ ചായക്കകത്താണല്ലോ വന്നിരിക്കുന്നത്. അവന്റെ ചായ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള പരിപാടി. ആകെ ഇത് വീടിന്റെ ഈ ഒരു സൈഡിൽ മാത്രമേ തടലല്ലോ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി ഇരിക്കുക. എല്ലാം കരിഞ്ഞ് അമ്മാതിരി ചൂടാ, ഭയങ്കര ചൂട്. ഞങ്ങളൊരു തണ്ണിമത്തനൊക്കെ അമ്മ നട്ടു വെച്ചായിരുന്നു, അതെല്ലാം കരിഞ്ഞ് നശിച്ചു പോയി.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടി ചെയ്യാം. ഇതിന്റെ ആക്ച്വലി ആ പോട്ട് ഇതിനും ജീവനുണ്ടോന്ന് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. വേരുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ തവണ ഞാനൊരു അലോവേര മേടിച്ചായിരുന്നു കേട്ടോ, കറ്റാർവാഴയുടെ. അത് ഇതുപോലെ നിക്കുന്നത്, താഴോട്ട് നോക്കുമ്പോ വേരില്ല അല്ലേ? ആ പോള മാത്രം ഇങ്ങനെ ദൈവമേ. ആമി പറഞ്ഞ സ്പൈഡർമാൻ കണ്ടിട്ട് എന്തായി എന്നൊക്കെ പറഞ്ഞ, ഇഷ്ടമായോ? ഇഷ്ടമായോ? കൊച്ചു ഇച്ചിരി പേടിച്ചു പോയി, പിന്നെ കുറച്ച് സന്തോഷായി അല്ലേ? എന്നിട്ട് ഉറങ്ങിപ്പോയോ? ഫുള്ള് കണ്ടോ? കുറച്ച് ഉറങ്ങിപ്പോയി കുഞ്ഞ്. പക്ഷെ കുഞ്ഞ് കണ്ടു, പകുതിയോളം കണ്ടു അല്ലേ ചായ? ബ്രേക്ക് ഇല്ലായിരുന്നല്ലോ, പകുതിയോളം കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴും ഉറങ്ങിയ. പകുതിയല്ല, മുക്കാലും കണ്ടു വെച്ച് അല്ലേ മനെ? ആ സ്റ്റോൺ ആണത്. പണ്ട് വെച്ചത് എങ്ങനെയാണ് അങ്ങനെ തന്നെയുണ്ട്. അത് വൈറ്റ് ആണ്. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞത്തേക്കും വൈകുന്നേരം ആയിട്ടോ. ഇപ്പൊ സമയം എനിക്കൊന്ന് 8 മണി എങ്ങാണ്ട് ആവാറായി. അപ്പൊ ഇത് നമ്മള് അമ്മ വന്നപ്പോ നട്ടൊരു വെണ്ട ഉണ്ടായിരുന്നു ഇവിടെ. ഇതിങ്ങനെ ആയിപ്പോയി, എല്ലാം കരിഞ്ഞു തുടങ്ങിപ്പോയി അല്ലേ? ഇതിൽ ആക്ച്വലി ഇത് കണ്ടോ, കായ ആവുന്നുണ്ടായിരുന്നേ, പക്ഷെ അത് പോവാ, ഒടിച്ചെടുത്തിട്ട് ഒടിഞ്ഞു പോവാന്ന്. പോയി ആണോ? ഒടിഞ്ഞു പോയി, സാരമില്ല. അമ്മയോട് പറയണ്ട. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ച് പേര് ടാപ്പ് വാട്ടർ നമ്മള് ബോട്ടിൽ വാട്ടറാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ, ടാപ്പ് വാട്ടർ ബോയിൽ ചെയ്ത് കുടിച്ചാ അങ്ങനെ നല്ലതെന്നൊക്കെ പറഞ്ഞില്ലേ? അയ്യോ, ഇത് കാണിക്കല്ലേ, ഇത് നമ്മുടെ ക്യാമ്പിംഗ് ടേബിൾ ആണ്. ഇങ്ങനെ നമ്മളത് അങ്ങനെ കുടിക്കണം എന്നൊക്കെ വിചാരിച്ച, പക്ഷെ എനിക്കത് മറ്റേ ആ കെറ്റിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് ലൈം സ്കെയിൽ പിടിക്കുന്ന കാണുമ്പോ എനിക്കൊരു ഇഷ്ടം തോന്നുന്നില്ല കുടിക്കാൻ. പിന്നെ മാത്രല്ല നമ്മൾ ആദ്യമൊക്കെ കുടിക്കാട്ടോ, നമുക്ക് അതേപോലെ വേറെ എന്തോ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഫിൽറ്ററിന്റെ ഇതൊക്കെ മേടിച്ചാലും ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആദ്യം ടാപ്പ് വാട്ടർ കുടിച്ചോണ്ടിരുന്നത്. പിന്നെ ആമി ജനിച്ചതിന് ശേഷം ആമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് അല്ലാത്ത കുപ്പി മേടിച്ചോണ്ടിരുന്നത് അല്ലേ? പിന്നെ ഞങ്ങളും അത് തന്നെ ആക്കി. പിന്നെ നോക്കുമ്പോ എന്താണെന്നറിയാം, ഈ ലൈം സ്കെയിൽ ഇങ്ങനെ കാണുമ്പോഴാണ് പേടി. കാരണം ഈ സ്റ്റോണിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടേ. പിന്നെ ഇവിടെ കിഡ്നി സ്റ്റോൺ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് കിഡ്നി തന്നെ തുറന്നെടുക്കുന്നില്ല, പോടാ. ഇവിടുത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ട് എനിക്ക് പേടിയാ. നാട്ടിലൊക്കെ പിന്നെയും കുഴപ്പമില്ല നോക്കാം, ഇവിടുത്തെ അവസ്ഥ അതാ. നാട്ടിലെ കാര്യം കണക്ക് തന്നെ. എന്താ പെയിന്റ് ചെയ്യാലോ? അത് നമ്മുടെ ക്യാമ്പിംഗ് ടേബിൾ എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുവാണല്ലേ? ഇത് പോയി. ഇത് നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മൾ മേടിച്ചതായിരുന്നു. അത് ക്യാമ്പിങ്ങിന്റെ അതെ അതെ, ഇഷ്ടം നല്ലോണം യൂസായി. ക്യാമ്പിങ്ങിന്റെ ഒക്കെ പരിപാടിയൊക്കെ ഇങ്ങനെ ആയി കണ്ടില്ലേ? ക്യാമ്പിങ്ങിന് പോകണം, പക്ഷെ ഈ സമ്മറിൽ എന്താ പോകാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര വെയിലായി പോയി. പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം, നമുക്ക് പോണം. കൊച്ചിന് സ്കൂള് തുടങ്ങി, ഇനി കൊച്ചിന്റെ ബാക്കിലായി. ശനി ഞായറെന്ന് പറയുമ്പോ ഫുൾ ബിസി ആയി. കൊച്ചിന് വെക്കേഷൻ കിട്ടുമ്പോ പോവല്ലേ ആമിക്കുട്ടി? അല്ലേ ആമിക്കുട്ടി? അങ്ങനെയാണ് ഗൈസ് ഞങ്ങളുടെ കാര്യങ്ങള്. പിന്നെ വേറെ കാര്യങ്ങൾ, അപ്പൊ വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞങ്ങളുടെ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലേ? അതെ, നശിപ്പിക്കുന്നു നോക്കിയത്. ഇത് നശിപ്പിച്ചാലേ നമ്മൾ അടുത്ത വാങ്ങുള്ളൂ. ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങൂല. അത് ഫുള്ള് ചീത്തയായി പോയി. അതിന്റെ എന്താന്ന് വെച്ചാൽ അത് ഒരു തവണ മഴയത്ത് നിന്നായിരുന്നേ. ഒരു തവണ ക്യാമ്പിങ് ചെയ്യുന്ന സമയത്ത് മഴ കൊണ്ടുപോയത്. അപ്പം അതിൻ്റെ ആ ഒരു വൈറ്റ് ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. അതുകൊണ്ടാണ് പുറത്തിട്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ പപ്പ കഴിഞ്ഞ വർഷം വന്നപ്പോ വെള്ളം അടിക്കാൻ വേണ്ടി എടുത്ത ടേബിളാ, അന്നേരം തൊട്ടിരിക്കുന്ന പുറത്ത്. ഇനി അടുത്ത പപ്പ വരണം ഇത് മടക്കി വെക്കണമെങ്കിൽ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. നിങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടാൽ അറിയാമായിരിക്കും. ഈ ഒരു റോസ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിറച്ച് നല്ല എന്താ പറയുക, നല്ലൊരു പിങ്ക് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ റോസാപ്പ് നിറഞ്ഞിരുന്നൊരു ഇതാണ് കേട്ടോ. അത് ഫുള്ള് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം കുറച്ചായിരുന്നു. അതിനുശേഷം അതിനെന്തോ ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്ന് ഫുള്ള് പോയി കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയായിരുന്നു. എന്തോ ഈ ഒരു ഏരിയയിൽ എന്തോ ഇവിടുത്തെ മണ്ണ് കേടാവോ എന്തോ ചെയ്താലോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ അല്ലേ? ആരും ഇപ്പൊ ലാവൻഡർ ഫാമിലൊക്കെ പോയി നല്ല നല്ല ഫോട്ടോസ് ഇതൊക്കെ ഇടുന്നതാണ്. അബി എനിക്ക് വേണ്ടിട്ട് നട്ട ലാവൻഡർ. ഇത് നടുമ്പോൾ വീഡിയോയിൽ അബി പറഞ്ഞു ഓർക്കുന്നുണ്ടോ?
അതല്ല ലാവൻഡർ ഫാമിൽ പോകാൻ പറ്റാത്തോണ്ട്. ലാവൻഡർ ഫാം സ്വന്തമായിട്ട് ലാവൻഡർ ഉള്ള എന്തിനു കണ്ടവന്റെ അതുപോലെ സ്ട്രോബെറിയുടെ അവസാനം നീ അത് കാണിക്കണ്ട ഇവിടെ. അല്ല ഒന്ന് പറയുവാണ് ഈ ലാസ്റ്റത്തെ സ്ട്രോബെറിയും കാണിച്ചു. ആദ്യത്തെ സ്ട്രോബെറി കാണിച്ചപ്പോ ലാസ്റ്റത്തെ സ്ട്രോബെറിയും കൂടി കാണിച്ചേക്കാന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ചൂട് കാരണം ഞങ്ങളുടെ ചെടികളെല്ലാം നശിച്ചു പോയി. എല്ലാ ചെടിയും പോയി. ഇനി ആദ്യം ഒന്നേ തുടങ്ങണം. ഇതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇത് കണ്ടോ, എന്തോ ഒരു പ്രാണിയാവുന്നു അല്ലേ. എന്റെ അമ്മേ, കഷ്ടമുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ സാധനങ്ങൾ നശിപ്പിക്കുന്നത് ജന്തുക്കളെല്ലാം വന്ന്. ഇച്ചിരി ബക്കില്ലർ അടിച്ചു വെക്കുവാണ് കേട്ടോ. ഇത് തിന്നാൻ കിട്ടുമൊന്നുമില്ല, അതുകൊണ്ട് എത്ര ധൈര്യത്തിൽ അടിക്കുന്നു. തിന്നാറാമത്തേക്കും വേറെ എന്തേലും വന്ന് കടിച്ചു തിന്നോളൂ. ഇതിനും കൂടി ഇടിക്കിച്ചേട്ട് അവിടെ ഒരെണ്ണം ഇപ്പുണ്ട്, അതിനും കൂടി അടിച്ചേക്ക. ലാസ്റ്റ് ഇയർ ഞങ്ങളിവിടെ ഒരു 2 ഇത് അരിമണി ഇട്ട് ഈ തക്കാളിയുടെ ഇവിടെ തക്കാളിയുടെ ബഹളായിരുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ പേരിന് വേണ്ടി ഒരെണ്ണം മുളച്ചിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. എപ്പോഴും പുറത്തോട്ട് ഇറങ്ങാന്ന് വിചാരിക്കും, പക്ഷെ എന്താന്നറിയാവോ, തണ്ണിമത്തൻ ഇങ്ങനെ നന്നായിട്ട് വന്നായിരുന്നേ. ഇതിനകത്ത് കായും പിടിക്കുന്നുണ്ടായിരുന്നു, അത് പക്ഷെ ഇഷ്ടം പോലെ പൂവായി. ഒരു ആയി പിടിച്ചു വന്നേ, അതെന്തോ തിന്നു അത് പോയി. സാരില്ല, നെക്സ്റ്റ് ടൈം നോക്കാം നമുക്ക്. നെക്സ്റ്റ് ടൈം നമുക്കിനി ഈ ഷെഡ് പോലെയൊക്കെ കൊടുക്കും. ഇത്രയും ഇങ്ങനെ സമ്മർ നമ്മള് എക്സ്പെക്ട് ചെയ്തില്ല. അത് മാത്രല്ല ഇവിടെ റൂൾസ് ഒക്കെ വന്നു, നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇപ്പം എക്സ്ട്രീം ഹീറ്റ് ആയതുകൊണ്ടേ അതുപോലെ കുറെ സ്ഥലത്ത് തീ പിടിക്കുന്നു. അപ്പൊ ഇന്നലെ അലേർട്ടൊക്കെ വന്നു ഞങ്ങക്ക് അല്ലേ. എല്ലാവർക്കും വന്നു, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കെന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് അതെ. ബൈ. ഇനി അടുത്ത ദിവസം നമ്മുടെ പരാതിയും പരിഭവങ്ങളായിട്ട് കാണാം അല്ലേ. ഇതൊരു പരാതി വീഡിയോ ആയിപ്പോയി.